ഹായ്, ഇന്നൊരു അടിപൊളി കപ്പയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. അപ്പോൾ ഈ കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഉപ്പിട്ട് വേവിച്ച കപ്പ ഇതാ കുറച്ച് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഈ മത്തിയെല്ലാം ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് മത്തി വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഈ കപ്പയുടെ ബാക്കി ഭാഗം നമുക്കിതിന് മുകളിലേക്കായി നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഈ മത്തി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മത്തി ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കപ്പയൊന്ന് നല്ല പോലെ ഉടച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒരു ചെറിയ സ്പൂണിട്ടത് മൊത്തമായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഞാനങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇത് നമ്മുടെ കപ്പ റെഡിയായി. ഇത് പയ്യോളിക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായയ്ക്ക് ഇനി കട്ടൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കൂട്ടുകാരെ. See you tomorrow with a new video. Bye.